Good morning, all. Good morning, Miss. Good morning, Miss. Good morning, Miss. Good morning, Miss. Miss, ഏത് chapter ആണ് Miss? Quality assurance of NAB. Miss-ന് ആ ചാപ്റ്റർ തീർന്നിട്ടില്ലല്ലോ. ഇല്ല, 2 പേജും കൂടി ഉണ്ട്. നെക്സ്റ്റ് ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് അല്ലേ? ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് മുതലാണ് മിസ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. മിസ് ഇവിടെ പറഞ്ഞില്ലേ 4 സൈനേജ് ബൈലിംഗ്വൽ that includes patient rights and responsibilities. ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റലിൽ കാണാറില്ലേ 2 ഭാഷയില് പേഷ്യൻസിന്റെ റൈറ്റ്സും റെസ്പോൺസിബിലിറ്റി ഒക്കെ എഴുതി വെച്ചിരിക്കുന്നത് ഇംഗ്ലീഷിലും മലയാളത്തിലൊക്കെ കാണാലോ. ശ്രദ്ധിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് കേട്ടോ. അതുകൂടാണ്ട് അവർ എന്ത് ചെയ്യണം, പേഷ്യൻസിന്റെ റൈറ്റ്സും റെസ്പോൺസിബിലിറ്റി ഒക്കെ അവര് എഴുതി വെച്ച് സൂക്ഷിച്ചിട്ടുണ്ടായിരിക്കണം. അത് 2 ബൈലിംഗൽ ആയിട്ട് 2 ഭാഷയിൽ. ഓക്കെ, നെക്സ്റ്റ് ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ്. ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് എന്താന്ന് നോക്കിയേ. ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ആർ അതർവൈസ് കോൾഡ് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്. ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സിന് വേറൊരു പേര് പറയുന്നതാണ് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്. ക്വാളിറ്റി refers to the degree of adherence to pre-established criteria or standards. അല്ലേ? ആദ്യം ആ ഒരു പാരഗ്രാഫ് ബന്ധപ്പെടുത്തിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? ക്വാളിറ്റി എന്താണ്, റിക്വയർമെന്റ്സ് എന്താണ്, അല്ലെ, ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, അല്ലെ, എന്താണ് indicators. Quality refers to the degree of adherence to pre-established criteria or standards. അല്ലെ, എന്താണ് നമ്മൊരു ഇതില് പാലിക്കേണ്ട മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള pre-established മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള മാനദണ്ഡങ്ങളെ, ക്രൈറ്റീരിയ അല്ലെങ്കിൽ മാനദണ്ഡങ്ങളെയോ അല്ലെങ്കിൽ നിലവാരത്തെയോ ആണ് ഡിഗ്രി എന്ന് പറയുന്നത്, അല്ലെ, ക്വാളിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആണോ? അപ്പൊ നമ്മ പറയില്ലേ ഒരു ഡ്രസ് എടുത്തു കഴിഞ്ഞാൽ അതിന് ക്വാളിറ്റി ഉണ്ടെന്ന് പറയുന്നത് എന്താണ്? നമ്മ മുൻകൂട്ടി അതിന് കുറച്ച് ഫീച്ചേഴ്സ് കരുതുന്നുണ്ട്, അല്ലെ, മാനദണ്ഡങ്ങൾ, അല്ലേ, കളർ, അല്ലേ, എത്ര നാള് നിൽക്കും, അല്ലെ, നമുക്കത് യൂസ് ചെയ്യാൻ സാധിക്കും, അല്ലെ, പ്രൈസ്, മെറ്റീരിയൽ, സ്റ്റിച്ചിങ്, അല്ലെ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എന്താണ് മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുണ്ട്, അല്ലെ, അതിനുണ്ടായിരിക്കേണ്ട ഫീച്ചേഴ്സ് ആണോ, സവിശേഷതകള്, മാനദണ്ഡങ്ങള്. അപ്പൊ അങ്ങനെ നമ്മ എന്താണ് മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള ഒരു കൂട്ടം, ഡിഗ്രി എന്ന് പറയുന്ന ഒരു കൂട്ടം മാനദണ്ഡങ്ങളെയോ അല്ലെങ്കിൽ നിലവാരത്തെയോ ആണ് ക്വാളിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ? അത് ഇതിലൊരു കാര്യം ഇപ്പൊ എന്താണ്, ഇതിലൊരു കാര്യം മിസ് പറഞ്ഞപ്പോ ഡ്രസ്സ് മേടിക്കുമ്പോ മെറ്റീരിയൽ, ലോങ് ലാസ്റ്റ്, അല്ലെ, സ്റ്റിച്ചിങ്, കളറ്. ഇപ്പൊ അതിൽ ആ മെറ്റീരിയൽ പോരാ, നമ്മ പറയോ ഒരു സാധനം കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മ പറയില്ലേ അതിന് ക്വാളിറ്റി ഇല്ല, അല്ലെ, അതിന് പൈസ കൊടുത്തിട്ട് അതിനൊരു ക്വാളിറ്റി ഇല്ല, വെറുതെ ആയിപ്പോയി പറയാറുണ്ടോ? ഉണ്ടല്ലേ. അപ്പൊ എന്താണ്, നമ്മ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള ഒരു കൂട്ടം മാനദണ്ഡങ്ങളെയോ അല്ലെങ്കിൽ നിലവാരത്തെയോ ആണ് ക്വാളിറ്റി കൊണ്ട്, ഗുണനിലവാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയത്? Indicators a statistical measure of performance of function, system or process over a period of time. Indicators എന്ന് പറയുന്നത് എന്താണ്? അതൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷേഴ്സ് ആണ്. എന്താണ്? ഒരു ഫംഗ്ഷന്റെ പ്രവർത്തന പെർഫോമൻസിനെ അളക്കുന്നതിനുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷർ ആണ് ഇൻഡിക്കേറ്റേഴ്സ്. ഫംഗ്ഷൻ, സിസ്റ്റം ഓർ പ്രോസസ് ഓവർ എ പീരീഡ്, അല്ലെ, ഒരു ടൈം പീരീഡില് ഒരു ഫംഗ്ഷൻസിന്റെ അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിന്റെ അല്ലെങ്കിൽ ഒരു പ്രക്രിയ, ഒരു പ്രോസസ്സിന്റെ എന്താണ് പെർഫോമൻസിനെ അളക്കുന്നതിനുള്ള മെഷർ ആണ് ഇൻഡിക്കേറ്റേഴ്സ്. നമ്മളിവിടെ പറഞ്ഞില്ലേ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ്, കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്. അതിലൊരുപാട് കാര്യങ്ങൾ പറഞ്ഞു, അല്ലെ, മെഡിക്കേഷൻ എറേഴ്സ്, അല്ലെ,
അറിഞ്ഞോ? സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുന്നില്ലേ? ഡോക്ടേഴ്സ് ഉണ്ട് അല്ലെ. ഇപ്പൊ സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ ആണെങ്കിൽ സർജറി ചെയ്യുന്ന ഡോക്ടേഴ്സ് ഉണ്ട് അല്ലെ, എക്യുപ്മെന്റ്സുകൾ ഉണ്ട്, നഴ്സുമാരുണ്ട്, അനസ്തീഷ്യ ഡോക്ടർ ഉണ്ട് അല്ലെ. ഒരുപാട് കാര്യങ്ങളുണ്ടോ? അപ്പൊ എന്ത് ചെയ്യണം? ഒന്നുകൂടി പറയാം മിസ് കേട്ടാ. അപ്പൊ എന്താണ്? അപ്പൊ അതില് നമ്മ എന്ത് ചെയ്യണം? ഇതിനെല്ലാം മെഷർ ചെയ്യണം അല്ലേ? നമ്മ എന്താണ് അവിടുത്തെ ഡോക്ടറുടെ പ്രവർത്തനം മാത്രം നമ്മ മെഷർ ചെയ്താൽ മതിയോ? അളന്നാ മതിയോ? ഇൻഡിക്കേറ്റേഴ്സിനെ സൂചിപ്പിക്കാൻ പറ്റില്ല അല്ലെ. ആ സർജറി ചെയ്ത സമയത്തുണ്ടായ എല്ലാ പ്രവർത്തനങ്ങളും മെഷർ ചെയ്യണ്ടേ? അപ്പൊ അതിനെയാണ് എന്ത് പറയുന്നത്? ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? നൂറ മിസ് പറഞ്ഞത് എന്താണ്? ഇൻഡിക്കേറ്റേഴ്സ്. ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷർ ആണ്. എന്തിനെയാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കലി മെഷർ ചെയ്യുന്നത്, അളക്കുന്നത്? ഒരു ടൈം പീരീഡില് ഉണ്ടായ ഒരു ഫങ്ഷൻസിനെ, പ്രവർത്തനങ്ങളെ, അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിനെ, അല്ലെങ്കിൽ ഒരു പ്രോസസ്സിനെ നമ്മൾ എന്താണ് അതിലുണ്ടായ ആ പ്രവർത്തനങ്ങളെ, പ്രകടനത്തെ അല്ലെ, പെർഫോമൻസിനെ സ്റ്റാറ്റിസ്റ്റിക്കലായി മെഷർ ചെയ്യുന്നതാണ് ഇൻഡിക്കേറ്റേഴ്സ്. ഇപ്പൊ മിസ് ഒരു എക്സാമ്പിൾ പോലെ പറയാനാണ് ഇവിടെ മിസ് പറഞ്ഞത്. ഇപ്പൊ നമുക്ക് എന്താണ്, ഒരു മിനിറ്റ് കേട്ടോ, ഒരു മിനിറ്റ്. ഓക്കെ, അപ്പൊ നോക്കിയേ, ഇപ്പൊ നമ്മ ഇവിടെ പറഞ്ഞു അല്ലെ, സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ. അപ്പൊ അങ്ങനെ ഒരു സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ വരാൻ ആരൊക്കെ കാരണമാകാം? ഡോക്ടർ മാത്രമാണോ കാരണക്കാരൻ? ആ ഇൻഡിക്കേറ്റേഴ്സ് അളക്കാൻ ഡോക്ടർ മാത്രമാണോ കാരണക്കാരൻ? ഡോക്ടറുടെ പ്രവർത്തനങ്ങൾ മാത്രം നമ്മൾ അളന്നാൽ മതിയോ? അല്ല അല്ലെ. എന്താണ് ആ സമയത്ത് അവിടെ ഒരുപാട് എക്യുപ്മെന്റ്സുകൾ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടാവും അല്ലെ. ഡോക്ടർമാരുണ്ടാവും, അനസ്തേഷ്യ ഡോക്ടർ ഉണ്ടാവും, സർജറി ചെയ്യുന്ന ഡോക്ടർ ഉണ്ടാവും, നഴ്സുമാരുണ്ടാവും അല്ലെ, ടെക്നീഷ്യൻസ് ഉണ്ടാവും അല്ലെ, ഒരുപാട് ആളുകൾ ഉണ്ടാവും. അപ്പൊ എല്ലാ പ്രവർത്തനങ്ങളും മെഷർ ചെയ്യണ്ടേ? മെഷർ ചെയ്യണോ? സ്റ്റാറ്റിസ്റ്റിക്കലി മെഷർ ചെയ്യണം അല്ലെ. അപ്പൊ അതിനെയാണ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ നൂറ? ക്ലിയർ ആയോ? Okay. Next നോക്കിയേ, quality indicators for KPD, different hospital department. എന്താണ് quality indicators for KPD യുടെ വിവിധ ആശുപത്രി മേഖലയിലെ ഡിപ്പാർട്ട്മെന്റുകളിലെ എന്താണ് ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ഏതെല്ലാമാണ്? കീ പെർഫോമൻസ്, ഈ KPD എന്ന് ഉദ്ദേശിക്കുന്നത് കീ പെർഫോമൻസ് ഡ്രൈവ്. എഴുതി വെച്ചോട്ടാ, KPD കീ പെർഫോമൻസ് ഡ്രൈവ്. ഹോസ്പിറ്റലിലെ ഓരോ കീ പെർഫോമൻസ് ഡ്രൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹോസ്പിറ്റലിൽ ഓരോ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് അല്ലെ. നമുക്കറിയാം പല പ്രവർത്തനങ്ങളും നടക്കുന്നില്ലേ ഹോസ്പിറ്റലില്, ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അല്ലേ. ആണോ? അപ്പൊ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ അവരെടുക്കുന്ന, ഹോസ്പിറ്റലിലെ ഓരോ സ്റ്റാഫുകളും എടുക്കുന്ന എഫേർട്ടിനെയാണ് കീ പെർഫോമൻസ് ഡ്രൈവ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഹോസ്പിറ്റലിലെ എല്ലാ പ്രവർത്തനങ്ങളിലും നല്ല പെർഫോമൻസ് അല്ലെ, നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചാൽ മാത്രമേ നമുക്ക് ക്വാളിറ്റി ഉണ്ട് എന്ന് പറയുള്ളൂ. ഹോസ്പിറ്റലിൽ ക്വാളിറ്റി ഉണ്ട് എന്ന് പറയില്ലുള്ളൂ. അപ്പൊ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ അവർ എടുക്കുന്ന എഫേർട്ടിനെയാണ് കീ പെർഫോമൻസ് ഡ്രൈവ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ?
ഓക്കെ, നെക്സ്റ്റ് നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റിലെ കീ പെർഫോമൻസ് ഒന്നുകൂടെ പറയണം. KPD എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റലിൽ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എടുക്കുക. ആ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ കാഴ്ചവെക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം? അവര് AENE പ്രവർത്തനം നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ അവർ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം? ANE പഠിച്ചല്ലേ? അതെ, ഓരോരുത്തരായിട്ട് ഓരോന്ന് പറ. ANE കൊണ്ടുവരുന്ന പേഷ്യൻസിനെ കറക്റ്റ് ആയിട്ട് പെട്ടെന്ന് തന്നെ അവിടേക്ക് കടത്തിവിടണം അല്ലേ? ഡിപ്പാർട്ട്മെന്റിലേക്ക് കടത്തിവിടണ്ടേ? കാഷ്വാലിറ്റിയിലേക്ക്. പിന്നെ എന്താണ്? പെട്ടെന്ന് തന്നെ സോർട്ട് ചെയ്യണം അല്ലേ? സോർട്ട് ചെയ്യണോ? അവർക്ക് ആവശ്യമായിട്ടുള്ള റെസൂസിറ്റേഷൻസ് അല്ലെ? റെസൂസിറ്റേഷൻ ട്രീറ്റ്മെന്റ്, ട്രേജ് കൊടുക്കണം. റെസൂസിറ്റേഷൻ കൊടുക്കണോ? അക്യൂട്ട് ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടവർക്ക് അക്യൂട്ട് ട്രീറ്റ്മെന്റ് പെട്ടെന്ന് തന്നെ ലഭ്യമാക്കണം അല്ലേ? ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നില്ലേ? അപ്പൊ അതിനു വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടണോ? എഫേർട്ട് എടുക്കണോ ഓരോ ആളുകളും, സ്റ്റാഫുകളും? അപ്പൊ അങ്ങനെ അവരെടുക്കുന്ന എഫേർട്ട് അത് എത്രത്തോളം നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ അല്ലേ? എത്രത്തോളം ക്വാളിറ്റി ഉണ്ട്, എത്രത്തോളം നല്ല രീതിയിൽ അവർക്ക് പ്രാവർത്തികമാക്കാം എന്ന് അവർ എടുക്കുന്ന ആ എഫേർട്ടിനെയാണ് കീ പെർഫോമൻസ് ഡ്രൈവ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ നസ്രീൻ? ക്ലിയർ ആയോ? നെക്സ്റ്റ് നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റ്. നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റിലെ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കിയേ. നഴ്സിംഗ് എഡ്യൂക്കേറ്റർ ഇത് ടെസ്റ്റ് ചെയ്യുന്നത്, ഈ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് കറക്റ്റ് രീതിയിൽ നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റിൽ പ്രാവർത്തികമാക്കുന്നുണ്ടോ എന്ന് നോക്കുന്നത് നഴ്സിംഗ് എഡ്യൂക്കേറ്റർ ആയിരിക്കും. ഓക്കെ, ടൈം ഫോർ ഇനീഷ്യൽ ഇവാലുവേഷൻ ഓഫ് ഇൻപേഷ്യന്റ് ഓർ ഇൻഡോർ പേഷ്യൻസ്. മിസ് ഇത് പറഞ്ഞാണ്, ഓർമ്മയുണ്ട് എന്താണ്? ഇൻഡോർ പേഷ്യൻസിന് അല്ലെങ്കിൽ IPDയിലെ ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലെ പേഷ്യൻസിനെ അവരുടെ ഇനീഷ്യൽ ഇവാലുവേഷൻ അല്ലെ, പ്രാഥമിക വിലയിരുത്തല് നടത്താനായിട്ട് അവർക്ക് എത്ര സമയം സ്പെൻഡ് ചെയ്തു അല്ലെ? എന്താണ്? അവർ BP ചെക്ക് ചെയ്യുക, വെയിറ്റ് നോക്കുക, അവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അല്ലെ? ഇതിക്ക് മുമ്പ് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, കണ്ടിന്യൂസ് ആയിട്ട് എന്തെങ്കിലും മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുന്നതാണോ അല്ലെ? അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാറില്ലേ ഹോസ്പിറ്റലില്? ചോദിക്കാറുണ്ടോ? അപ്പൊ അങ്ങനെയുള്ള ഒരു ഇനീഷ്യൽ ഇവാലുവേഷൻ, ഇനീഷ്യൽ അസസ്മെന്റ് നടത്താനായി എത്ര സമയം എടുത്തു, അതാണ് ഫസ്റ്റ് വരുന്നത്. രണ്ടാമത് പറയുന്നത് പെർസെന്റേജ് ഓഫ് ഇൻപേഷ്യന്റ് കേസസ് ഇൻ വിച്ച് നഴ്സിംഗ് കെയർ പ്ലാൻ ഈസ് ഡോക്യുമെന്റഡ്. എന്താണ്? നഴ്സിംഗ് കെയർ പ്ലാന് രേഖപ്പെടുത്തിയിട്ടുള്ള ഇൻപേഷ്യന്റ് കേസുകളുടെ പെർസെന്റേജ്. ഇപ്പൊ നമുക്കറിയാം, ഒരു പേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡ് എടുത്തു കഴിഞ്ഞാൽ അതിൽ എന്ത് വേണം? ആ പേഷ്യൻസിനെ അഡ്മിറ്റ് ആക്കിയതാണെങ്കിൽ ഇൻപേഷ്യന്റിന്റെ നഴ്സിംഗ് കെയർ പ്ലാൻ വേണോ? അതില് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കണോ? മെഡിക്കൽ റെക്കോർഡില് വേണോ? അപ്പൊ അത് എത്ര ശതമാനമുണ്ട്? കറക്റ്റ് രീതിയിൽ രേഖപ്പെടുത്തിയിട്ട് നഴ്സിംഗ് പ്ലാന് രേഖപ്പെടുത്തിയിട്ടുള്ള ഇൻപേഷ്യന്റ് കേസുകളുടെ ശതമാനം. ക്ലിയർ ആയോ? അത് ഓക്കെ. നെക്സ്റ്റ് പെർസെന്റേജ് ഓഫ് മെഡിക്കേഷൻ എറർ അല്ലെ? മെഡിക്കേഷൻ എറർ എന്താണ്? തെറ്റുകൾ സംഭവിക്കാം അല്ലെ? മരുന്നുകൾ കൊടുക്കുന്ന സമയത്ത് ചിലപ്പോ അബ്രിവേഷൻ യൂസ് ചെയ്തത് കൊണ്ടാവാം, അല്ലെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ യൂസ് ചെയ്തെന്നാവാം, അതല്ലെങ്കിൽ ഫാർമസിന്ന് മരുന്ന് കൊടുത്തത് മാറിപ്പോയത് കൊണ്ടാവാം അല്ലെ? പല രീതിയിൽ മെഡിക്കേഷൻ എറർ സംഭവിക്കാലോ ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റില്. അല്ലെങ്കിൽ നഴ്സിന് ആള് മാറിപ്പോയതാവാം അല്ലെ? ആള് മാറിപ്പോയതാവാലോ. അപ്പൊ എന്താണ് പെർസെന്റേജ് ഓഫ് മെഡിക്കേഷൻ എറർ? എത്ര മെഡിക്കേഷൻ എറർ അല്ലെ? മരുന്നുകളില് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് നമ്പർ ഓഫ് സെന്റിനൽ ഇവന്റ്സ് റിപ്പോർട്ടഡ്. എന്താണ്?
എത്ര നമ്പർ ഓഫ് സെന്റിനൽ ഇവന്റ്സ് എത്ര നമ്പർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇൻപേഷ്യന്റ് നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റില്. ഓക്കെ, റിപ്പോർട്ടഡ്, gathered and examined within the defined time frame. അതായത് ഒരു ടൈം ഫ്രെയിമിൽ ഇതിപ്പോ ഒരു വർഷം കൊണ്ടോ അല്ലെങ്കിൽ 6 മാസം കൊണ്ടോ അല്ലെങ്കിൽ ഒരു 2 വർഷം കൊണ്ടോ എത്ര സെന്റിനൽ ഇവന്റുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അല്ലെ, അതിന്റെ വിവരങ്ങൾ എത്രത്തോളം അവർ കളക്ട് ചെയ്തിട്ടുണ്ട്, അവർ എത്രത്തോളം അത് എക്സാമിൻ ചെയ്തിട്ടുണ്ട് അല്ലെ, വിശകലനം നടത്തിയിട്ടുണ്ട്. Okay, a sentinel events എന്ന് പറയുന്നത് എന്താ? A sentinel event is defined as any anticipated events in a healthcare setting. ഒരു ഹോസ്പിറ്റലില് unanticipated ആയിട്ട്, അതായത് unexpected ആയിട്ട് പ്രതീക്ഷിക്കാത്ത നടക്കുന്ന സംഭവങ്ങളിലെ അതിനെയാണ് sentinel events എന്ന് പറയുന്നത്. Okay, that result in death or serious physical or psychological injury to a patients or patients. ഇതെന്തിനു കാരണമാകുന്നു? ഒരു പേഷ്യൻസിന്റെ സീരിയസ് ആയിട്ടുള്ള ഗുരുതരമായിട്ടുള്ള ഫിസിക്കലോ അതല്ലെങ്കിൽ സൈക്കോളജിക്കലോ ആയിട്ടുള്ള പരിക്കുകൾക്ക്, അപകടങ്ങൾക്ക് കാരണമാകുന്നു. ക്ലിയർ ആയോ? ഇപ്പൊ ഒരു സർജറി മാറിപ്പോയി, അത് അവർക്ക് ജീവിതകാലം മുഴുവൻ ചിലപ്പോ അതുകൊണ്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം അല്ലെ, ഫിസിക്കലി ഉണ്ടാവില്ലേ? അപ്പൊ എന്താണ് അതൊക്കെ നമുക്ക് എന്ത് പറയാം? സെന്റിനൽ ഇവന്റ്സ് എന്ന് പറയാം അല്ലെ. മിസ് അന്ന് പറഞ്ഞ പോലെ മറ്റേ എബ്രഹാം മോസ്ലറില അതൊരു സെന്റിനൽ ഇവന്റ് ആണോ? ഹോസ്പിറ്റലിന് സംഭവിച്ച കാര്യമല്ലേ ഇത്? ആണോ? അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നടന്നതാണ് അല്ലെ, പ്രതീക്ഷിക്കാതെ നടന്ന സംഭവമാണ് അല്ലെ. അതുകൊണ്ട് ആ പേഷ്യന്റെ ജീവിതകാലം മുഴുവൻ ബുദ്ധിമുട്ടല്ലേ അല്ലേ? അപ്പൊ അങ്ങനെയുള്ള ഇവന്റ്സുകളെയാണ് ഹോസ്പിറ്റലിൽ നിന്ന് പ്രതീക്ഷിക്കാതെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സംഭവിക്കുന്ന ഇവന്റ്സുകളെയാണ് സെന്റിനൽ ഇവന്റ്സ് എന്ന് പറയുന്നത്. ഇതെന്ത് ചെയ്യുന്നു? ആ പേഷ്യൻസിന് അല്ലെങ്കിൽ അത് സംഭവിച്ച പേഷ്യൻസിന് എന്താണ് ജീവിതകാലം മുഴുവൻ അല്ലെ എന്താണ് സീരിയസ് ആയിട്ടുള്ളതോ മരണത്തിന് കാരണമാവുകയോ മരണത്തിന് കാരണമാവുകയോ അല്ലെങ്കിൽ അവരുടെ ഫിസിക്കലോ അല്ലെങ്കിൽ സൈക്കോളജിക്കലോ ആയിട്ടുള്ള പരിക്കുകൾക്ക് കാരണമാവുകയോ ചെയ്യുന്നു. നെക്സ്റ്റ്, നോട്ട് കണക്റ്റഡ് വിത്ത് ദ നാച്ചുറൽ കോസ് ഓഫ് ദ പേഷ്യൻസ് ഇൽനെസ്. ആ പേഷ്യൻസിന്റെ സ്വാഭാവിക അസുഖത്തിന് വരുന്ന ബുദ്ധിമുട്ടുകളില്ലേ, അത് നമുക്ക് സെന്റിനൽ ഇവന്റ്സ് എന്ന് പറയാൻ പറ്റുമോ? ഇപ്പൊ എന്താണ് എന്തെങ്കിലും ക്യാൻസർ പേഷ്യൻസിന് മരണം സംഭവിക്കാണ്, നമുക്ക് പറയാൻ പറ്റുമോ അതൊരു സെന്റിനൽ ഇവന്റ്സ് ആണ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. എന്താ? പ്രതീക്ഷിക്കാതെ ഹോസ്പിറ്റലിൽ നിന്ന് പ്രതീക്ഷിക്കാതെ ഒരു പേഷ്യൻസിന് മരണത്തിന് കാരണമാവുകയോ അല്ലെങ്കിൽ എന്താണ് അവർക്ക് ഫിസിക്കലോ അല്ലെങ്കിൽ സൈക്കോളജിക്കലി എന്തെങ്കിലും പ്രോബ്ലംസ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളെയാണ് സെന്റിനൽ ഇവന്റ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇപ്പൊ മറ്റേ 1000 ബേബീസ് എന്ന് പറയുന്ന സിനിമ ഇത് കണ്ടിട്ടുണ്ടോ? സീരിയസ് ആയത് അത് സെന്റിനൽ ഇവന്റ്സ് ആണോ? സെന്റിനൽ ഇവന്റ്സ് ആണ്. ആ കുഞ്ഞുങ്ങളെ മാറ്റി കൊടുക്കുന്നത് അല്ലേ, കരുതിക്കൂട്ടി മാറ്റിയിടുന്നതാണ് അല്ലേ ഹോസ്പിറ്റലില് അവർ കരുതിക്കൂട്ടി ആ കൊച്ചുങ്ങളെ മാറ്റി കൊടുക്കുന്നതാണ് അല്ലേ. അതെന്താണ് ശരിക്കും ആ മാറ്റിക്കൊടുത്ത കൊച്ചുങ്ങളെ ജീവിതകാലം മുഴുവൻ ഒരു ബുദ്ധിമുട്ടല്ലേ അവർക്ക് അറിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ അല്ലേ. അപ്പൊ അങ്ങനെയുള്ള പ്രതീക്ഷിക്കാതെ നടക്കുന്ന ഹോസ്പിറ്റലിലെ ഇവന്റ്സുകളെയാണ് സെന്റിനൽ ഇവന്റ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, പെർസെന്റേജ് ഓഫ് നിയർ മിസ്സസ്. നിയർ മിസ് മൈറ്റ് ഹാവ് ഹാപ്പൻ ബട്ട് നോട്ട് ഹാപ്പൻ. നിയർ മിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സംഭവിച്ചില്ല എന്നുള്ള ഇവന്റ്സുകൾ അല്ലെ. മിസ് പറഞ്ഞ എന്താണ്? തലനാരിഴയ്ക്ക് രക്ഷപ്പെടുന്ന സംഭവങ്ങളെയാണ് നിയർ മിസ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള കേസുകളുടെ പെർസെന്റേജ് നോക്കുന്നു. നിയർ മിസ് അറിയാമോ? എനിക്ക് പറയണോ മിസ്? ഓക്കെ. നെക്സ്റ്റ്, പ്രോപ്പർ ഹാൻഡ് ഓവേഴ്സ് ഡ്യൂറിങ് ഷിഫ്റ്റ് ചേഞ്ച്. ഷിഫ്റ്റ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ഡോക്ടേഴ്സ് ആവാം, നഴ്സുമാരാവാം, ആ ഷിഫ്റ്റ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് എന്താണ് പേഷ്യൻസിനെ
ഹാൻഡ് ഓവർ ചെയ്യാത്ത കേസുകൾ എത്ര എണ്ണമുണ്ട്? പെർ പേഷ്യന്റ് പെർ ഷിഫ്റ്റ്, ഓരോ പെർ ഷിഫ്റ്റില് ഓരോ പേഷ്യൻസിനെയും ഷിഫ്റ്റ് ഹാൻഡ് ഓവേഴ്സ് ചെയ്യണം അല്ലെ? വേണ്ടേ? ഓരോ പേഷ്യൻസിന്റെ ഹാൻഡ് ഓവർ ചെയ്യണ്ടേ? ഓരോ പേഷ്യൻസിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻ പറഞ്ഞു കൊടുക്കണ്ടേ? അപ്പൊ അതാണ് അവൾ പറയുന്നത്. നെക്സ്റ്റ് ഒന്ന് നോക്കിയേ, ഇൻസിഡന്റ് ഓഫ് പേഷ്യന്റ് ഐഡന്റിഫിക്കേഷൻ എറേഴ്സ് അല്ലെ? പേഷ്യൻസിനെ തിരിച്ചറിയുന്നതിൽ എറർ സംഭവിക്കുക, അങ്ങനെയുള്ള സംഭവങ്ങൾ എത്രണ്ണം സംഭവിച്ചിട്ടുണ്ട്? ഇപ്പൊ നമുക്കറിയാം, നമ്മൾ പറഞ്ഞ എന്താണ്, ചിലപ്പോ ഹോസ്പിറ്റലിൽ ഓരോ പേരുള്ള ഒരുപാട് പേരുകൾ ഉണ്ടാവാം അല്ലെ? ആളുകൾ ഉണ്ടാവാലോ, ഇൻഡിവിജ്വൽസ് ഉണ്ടാവാലോ. പാതിരാന്ന് പേരുള്ള 2-3 പേഷ്യൻസ് ഉണ്ടാവാലോ ഹോസ്പിറ്റലില്. അപ്പൊ എന്ത് ചെയ്യും? കൂടുതലായിട്ടുള്ള സോഷ്യൽ ഡാറ്റാസ് കളക്ട് ചെയ്ത് അവര് മെഡിക്കൽ റിപ്പോർട്ടിൽ അല്ലെ ഐഡന്റിഫിക്കേഷന് വേണ്ടി വെക്കില്ലേ? ഏജ് അല്ലെ, സ്ഥലം, അത് വെക്കാറുണ്ടോ? എന്തിനു വേണ്ടിയിട്ടാണ്? അവർക്ക് കൊടുക്കുന്ന മരുന്നുകൾ അല്ലെ, ഇഞ്ചക്ഷൻസ്, അവർക്ക് കൊടുക്കുന്ന ടെസ്റ്റുകളൊക്കെ മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെ, കറക്റ്റ് ആയിട്ട് അവരെ കൺഫ്യൂസ്ഡ് ആക്കാതിരിക്കാൻ അല്ലെ. അപ്പൊ അങ്ങനെ ഐഡന്റിഫിക്കേഷൻ നടത്തുന്നതില്, പേഷ്യൻസിനെ തിരിച്ചറിയുന്നതിൽ തെറ്റുകൾ സംഭവിച്ചത് എത്ര ഇൻസിഡൻസ്, സംഭവങ്ങൾ എത്രണ്ണം ഉണ്ടായിട്ടുണ്ട്? നെക്സ്റ്റ്, അതേഴ്സ് ടു ഹാൻഡ് ഹൈജീൻ പ്രാക്ടീസ്, നല്ല രീതിയിലുള്ള ഹാൻഡ് ഹൈജീൻ അല്ലാത്ത എത്ര പ്രോബ്ലംസ്, എത്ര പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്? നെക്സ്റ്റ്, നഴ്സ് പേഷ്യന്റ് റേഷ്യോ ഫോർ ICU ആൻഡ് വാർഡ്സ് അല്ലെ? വാർഡിലെയും ICUലെയും നേഴ്സിന്റെയും പേഷ്യൻസിന്റെയും റേഷ്യോയില് ഉള്ള വ്യത്യാസങ്ങൾ എന്തെങ്കിലും വന്നിട്ടുണ്ടോ അല്ലെ? ഇതൊക്കെ മിസ് നേരത്തെ എടുത്താണ്, അതുകൊണ്ടാണ് ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. ഇനി പറയണോ? നമുക്കറിയാം ICU 1:1 ആണ് അല്ലെ, 1:2 ആണ്. അപ്പൊ അതിന്റെ ആ കറക്റ്റ് പെർസെന്റേജിൽ വേണം, അല്ലെങ്കിൽ എന്ത് പറ്റും? പേഷ്യൻസിന് നല്ല രീതിയിലുള്ള അല്ലെ ഇമ്മീഡിയറ്റ് കെയർ ലഭിക്കാതെ വരും. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്, ആ പേഷ്യന്റ് നേഴ്സ് റേഷ്യോ ഫോളോ ചെയ്യുക. നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്, ക്ലിയർ അല്ലേ? നെക്സ്റ്റ്, ഇൻഫെക്ഷൻ കൺട്രോൾ. ICN നേഴ്സ്, ഇൻഫെക്ഷൻ കൺട്രോൾ നേഴ്സ് ആണ് ഈ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് നോക്കുന്നത്. നോക്കിയേ, IPDയിലെ ഇൻസിഡൻസ് ഓഫ് ബ്ലഡ് ബോഡി ഫ്ലൂയിഡ് എക്സ്പോസർ. എന്താണ്? ബ്ലഡ് ബോഡി ഫ്ലൂയിഡ് സമ്പർക്കം സംഭവിച്ച് എന്തെങ്കിലും ഇൻസിഡന്റുകൾ അല്ലെ, ഇൻഫെക്ഷൻസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റില് ബ്ലഡ് ബോഡി ഫ്ലൂയിഡ് കൊണ്ട് സമ്പർക്കം വന്ന് അല്ലെ എക്സ്പോസർ സംഭവിച്ച് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? HAയിൽ പഠിച്ചാലേ എങ്ങനെയൊക്കെ നമുക്ക് ഇൻഫെക്ഷൻസ് വരാം? ബ്ലഡ് അല്ലെ, ബോഡി ഫ്ലൂയിഡിൽ ഇൻഫെക്ഷൻസ് വരാലോ. സിറിഞ്ച് അല്ലെ, ഹോസ്പിറ്റലിൽ അല്ലെ, അങ്ങനെയുള്ള നോസോകോമിയൽ ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഇൻസിഡന്റുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? നെക്സ്റ്റ്, OPD, ബെഡ്ഷീറ്റ് അല്ലെ, എന്താണ്? രോഗബാധിത ആയിട്ടുള്ള രോഗബാധ ഏറ്റിട്ടുള്ള എന്താണ് പേഷ്യൻസിൽ നിന്ന് വേറൊരു പേഷ്യന്റിലേക്ക് അല്ലെ ഇൻഫെക്ഷൻ വരുന്നതല്ലേ ബോഡി ഫ്ലൂയിഡിലൂടെ അല്ലെ? എങ്ങനെയാണ്? ബോഡി ഫ്ലൂയിഡിലൂടെയാണ് അല്ലെ, ബ്ലഡ് അല്ലെ, മറ്റ് ബോഡി ഫ്ലൂയിഡിലൂടെ എന്താണ് ഇൻഫെക്ഷൻസിനെ സ്പ്രെഡ് ചെയ്യുന്നതിനെയാണ് ബ്ലഡ് ബോഡി ഫ്ലൂയിഡ് എക്സ്പോസർ എന്ന് പറയുന്നത്. ബോഡി ഫ്ലൂയിഡ് കൊണ്ട് ഏതെങ്കിലും പേഷ്യൻസിന് എന്താണ് ഇൻഫെക്ഷൻസ് IPDയില് ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റില് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? നെക്സ്റ്റ് പറയുന്നത് അത് തന്നെ OPDയില് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റില് ബ്ലഡ് ബോഡി ഫ്ലൂയിഡ് കൊണ്ട് സമ്പർക്കത്തിലൂടെ ഇൻസിഡന്റുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? നെക്സ്റ്റ്, IPDയില് ഇൻസിഡന്റ് നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറീസ് അല്ലെ, നീഡിൽ സ്റ്റിക്ക് കൊണ്ട് അല്ലെ എന്തെങ്കിലും ഇഞ്ചുറീസ്, പരിക്കുകള് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? അപ്പൊ എന്താവാം, ചിലപ്പോ IPDയിലെ ഈ പേഷ്യൻസിന് ഇഞ്ചക്ഷൻ എടുക്കുമല്ലോ, 3 ദിവസമൊക്കെ ഇഞ്ചക്ഷൻ ഉണ്ടാവും അല്ലെ കണ്ടിന്യൂസ് ആയിട്ട്. അപ്പൊ അവർക്ക് എന്ത് ചെയ്യും? കൈമാ നീഡിൽ ഇടാറുണ്ടോ എപ്പോഴും കുത്തുന്നതിന് പകരം? കണ്ടിട്ടില്ലേ? അപ്പൊ
കാനുല ഇടാറുണ്ട് അല്ലെ, ഈ കാനുല. അപ്പൊ അങ്ങനെ എന്തെങ്കിലും നീഡില് കൊണ്ട്, അതല്ലെങ്കിൽ നമുക്ക് ഇഞ്ചക്ഷൻ എടുക്കുന്ന സമയത്തോ, നേരിട്ട് വെയിനിലേക്ക് ഇഞ്ചക്ഷൻ എടുക്കുന്ന സമയത്തോ, അതല്ലെങ്കിൽ എന്താണ് നമ്മൾക്ക് ടെസ്റ്റിന് വേണ്ടി ബ്ലഡ് എടുക്കുന്ന സമയത്തൊക്കെ എന്തെങ്കിലും നീഡിൽ കൊണ്ട് എന്തെങ്കിലും പരിക്കുകൾ സംഭവിച്ചിട്ടുണ്ടോ? അത് ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. അതേപോലെ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലും ഇങ്ങനെ നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറീസ് എന്തെങ്കിലും റിപ്പോർട്ട് ചെയ്തിട്ട് ഇൻസിഡന്റുകൾ, സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? നെക്സ്റ്റ് ഇൻസിഡൻസ് ഓഫ് ഫോൾസ് അല്ലെ, ഹോസ്പിറ്റലിലെ പേഷ്യൻസിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള എത്ര കേസുകൾ അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? സ്ലിപ്പായി വീഴ, അല്ലെങ്കിൽ എന്തെങ്കിലും തട്ടി വീഴ, അല്ലെങ്കിൽ ബാത്റൂമിൽ തെന്നി വീഴ അല്ലെ, പല രീതിയിൽ വീഴ്ച സംഭവിക്കാമോ ഹോസ്പിറ്റലില്. അപ്പൊ അങ്ങനെയുള്ള വീഴ്ചകൾ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് എത്ര എണ്ണമുണ്ട്, അതിന്റെ പെർസെന്റേജ് നോക്കുന്നുണ്ട്. നെക്സ്റ്റ് ഇൻസിഡൻസ് ഓഫ് ഹോസ്പിറ്റൽ അസോസിയേറ്റഡ് അൾസേഴ്സ് ആഫ്റ്റർ അഡ്മിഷൻ. ഹോസ്പിറ്റലില് ബെഡ് സോർ പെർ 1000 പേഷ്യൻസ് ഡേയ്സ് എന്താണ് ഒരു ഹോസ്പിറ്റലില് പേഷ്യൻസിനെ അഡ്മിറ്റ് ആക്കിയതിന് ശേഷം അവർക്ക് എന്താണ് ബെഡ് സോർ അല്ലെ. ബെഡ് സോർ മിസ് പറഞ്ഞാൽ ഓർമ്മയുണ്ടോ? അൾസർ അവരെ എന്താണ് സ്കിന്നില് അല്ലെ, പഴുപ്പ് വരാ, പൊട്ടുക അല്ലെ, ഇൻഫെക്ഷൻസ് വരാ, എന്താണ് പിന്നെ ഇങ്ങനെ ചുമന്ന് തടിച്ച് കൊമള പോലെ വരികയൊക്കെ ചെയ്യും അല്ലെ പേഷ്യൻസ് ഒരുപാട് നേരം ബെഡിൽ കിടക്കുമ്പോ. അപ്പൊ അങ്ങനെയുള്ള എന്തെങ്കിലും കേസുകള് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 1000 പേഷ്യന്റ് ഡേയ്സ് അല്ല, ഒരു 1000 ദിവസം കൊണ്ട് എത്ര പേഷ്യന്റിന് ഇങ്ങനെയുള്ള ബെഡ് സോറുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? നെക്സ്റ്റ് കത്തീറ്റേഴ്സ് അസോസിയേറ്റഡ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ റേറ്റ്. എന്താണ് കത്തീറ്ററുമായി ബന്ധപ്പെട്ട് എന്താണ് ഇൻഫെക്ഷൻസ് അല്ലെ, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് എത്ര പേർക്ക് അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? നെക്സ്റ്റ് എന്താണ് വെന്റിലേറ്റർ അസോസിയേറ്റഡ്, ഇതൊക്കെ ഇൻഫെക്ഷൻ ആണ് അല്ലെ, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ അല്ലെ, ബെഡ് സോർ അല്ലെ. അപ്പൊ എന്താണ് അങ്ങനെയുള്ള ഇൻഫെക്ഷൻ ആണ് ഇൻഫെക്ഷൻ കൺട്രോളിൽ വരുന്നത് കേട്ടോ. വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ റേറ്റ് അല്ലെ, അത് നമ്മ പറഞ്ഞേ അല്ലെ. ഇപ്പൊ എന്താണ് വെന്റിലേറ്ററുമായി ബന്ധപ്പെട്ട എന്താണ്, ഇപ്പൊ നമുക്കറിയാം കഫക്കെട്ടൊക്കെ കൂടുക അല്ലെ, ബ്രോങ്കൈറ്റിസ് ഒക്കെ കൂടുമ്പോ എന്താണ് ഇൻഫെക്ഷൻസ് വരും. ലങ്സിനൊക്കെ ഇൻഫെക്ഷൻ ബാധിച്ചിട്ടല്ലേ ന്യൂമോണിയ വരുന്നത്. ലങ്സിന് ഇൻഫെക്ഷൻ ബാധിക്കുമ്പോഴല്ലേ ന്യൂമോണിയ വരുന്നത്. അപ്പൊ എന്താണ് ന്യൂമോണിയ, എന്താണ് നമ്മുടെ വെന്റിലേറ്ററുമായി ബന്ധപ്പെട്ട് എത്ര ന്യൂമോണിയ റേറ്റ് ഉണ്ട്? സെൻട്രൽ ലൈൻ അസോസിയേറ്റഡ് ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻ റേറ്റ് എന്താണ് നമ്മുടെ എന്താണ് വെയിനുകളിൽ നിന്ന് നേരിട്ട് ബ്ലഡ് കളക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇഞ്ചക്ഷനോ അല്ലെങ്കിൽ മെഡിക്കേഷൻസ് ഒക്കെ നടത്തുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ഇൻഫെക്ഷൻസ് ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കറക്റ്റ് രീതിയിലല്ലാത്ത അല്ലെ, ഹൈജീനിക് അല്ലാത്ത രീതിയിൽ എങ്ങനെയൊക്കെ ഇൻഫെക്ഷൻ വരാം നമുക്ക്, ഇങ്ങനെ ബ്ലഡ് സ്ട്രീമുമായി ബന്ധപ്പെട്ട ഏതൊക്കെ രീതിയിൽ ഇൻഫെക്ഷൻസ് വരാം? വേറൊരാളിൽ ഉപയോഗിച്ച സിറിഞ്ച് യൂസ് ചെയ്താൽ വരും. സിറിഞ്ചൊക്കെ യൂസ് ചെയ്യും അല്ലെ. അപ്പൊ അതൊക്കെ എന്താണ് ഹോസ്പിറ്റലിന്റെ ക്വാളിറ്റിയെ ബാധിക്കുന്ന ഘടകങ്ങളല്ലേ, ഹോസ്പിറ്റലിന്റെ ക്വാളിറ്റിയെ ബാധിക്കുന്ന ഘടകങ്ങളല്ലേ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ സെൻട്രൽ ലൈൻ അസോസിയേറ്റഡ് ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻ റേറ്റ് എത്രണ്ട്? സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ അല്ലേ, അതും ഒരു ഇൻഫെക്ഷൻ ആണല്ലേ, ഹൈജീനിക് അല്ലാത്ത രീതിയിൽ അല്ലേ. കറക്റ്റ് പ്രോപ്പർ ആയിട്ടുള്ള രീതിയിലല്ലേ സർജറി ഒക്കെ ചെയ്തതെങ്കിലും എന്ത് വരാം, സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ വരാം അല്ലെ. മാസ്കുകൾ ധരിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള സർജിക്കൽ സൈറ്റ് റേറ്റ് എത്ര എണ്ണമുണ്ട്? ക്ലിയർ ആയോ? ഇതാ കൂടുതൽ ഇതൊക്കെ പറഞ്ഞേക്കുന്നുണ്ടോ മിസ്, വെറുതെ ജസ്റ്റ് ഇങ്ങനെ വായിച്ചു പോകുന്നത്. ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സിൽ നമ്മൾ പറഞ്ഞതാണല്ലോ. നെക്സ്റ്റ് ICU, intensive care unit, emergency casualty department. അതിലെ നഴ്സിംഗ് എഡ്യൂക്കേറ്റർ, ICUയിലുള്ള നഴ്സിംഗ് എഡ്യൂക്കേറ്റർ അല്ലെങ്കിൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ നഴ്സിംഗ് എഡ്യൂക്കേറ്റർ ആയിരിക്കും ഇതിലത്തെ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ചെക്ക് ചെയ്യുന്നത്. നോക്കിയേ,
ടൈം ഫോർ ഇനീഷ്യൽ ഇവാലുവേഷൻ ഓഫ് എമർജൻസി പേഷ്യന്റ് അല്ലെ. എമർജൻസി പേഷ്യൻസിന് അവരുടെ പ്രാഥമിക വിലയിരുത്തലുകൾ നടത്താനായിട്ട് എത്ര സമയം ചിലവഴിക്കേണ്ടി വന്നിട്ടുണ്ട്, സ്പെൻഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. നെക്സ്റ്റ്, റിട്ടേൺ ടു ദി എമർജൻസി ഡിപ്പാർട്ട്മെന്റ് വിത്തിൻ 72 hours വിത്ത് സിമിലർ പ്രസന്റിംഗ് കംപ്ലൈന്റ്സ് അല്ലെ. എന്താണ്, ഒരു പേഷ്യൻസിന് അബ്ഡോമിൻ പെയിൻ ആയിട്ട് അല്ലെങ്കിൽ എന്താണ് നെഞ്ചിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ട് കൊണ്ടുവന്നിട്ട് അവർക്കുള്ള ട്രീറ്റ്മെന്റുകളൊക്കെ കൊടുത്ത് പറഞ്ഞയച്ച് 72 മണിക്കൂർ ആവുന്നതിന് മുമ്പ് സെയിം കാരണം കൊണ്ട് അവരെ വീണ്ടും കൊണ്ടുവരാം അല്ലെ എമർജൻസിയിലോ. അതല്ലേ പറഞ്ഞേ. അപ്പൊ അങ്ങനെയുള്ള എന്തെങ്കിലും കേസുകൾ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? നെക്സ്റ്റ്, റീഇൻറ്റുബേഷൻ റേറ്റ്. Re-intubation was defined as intubation after extubation of patient who had been initially tracheally intubed under general anesthesia or combined general and regional anesthesia. അല്ലെ, നമ്മളൊരു പേഷ്യൻസിന് അനസ്തേഷ്യ കൊടുത്തു കഴിഞ്ഞിട്ട് അവർക്ക് എന്ത് ചെയ്യും, ബ്രീത്തിങ്ങിന് വേണ്ടി ട്യൂബ് ഇടാറുണ്ടോ, ഇൻറ്റുബേഷൻ കൊടുക്കും അല്ലെ. സർജറി ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോ അനസ്തേഷ്യ ഒക്കെ കൊടുത്തു കഴിയുമ്പോ അനസ്തേഷ്യ ഡിപ്പാർട്ട്മെന്റിൽ അനസ്തേഷ്യ എടുത്തില്ലേ. അപ്പൊ എന്താണ്, നമ്മ റീജിയണൽ അനസ്തേഷ്യ അല്ലെങ്കിൽ കമ്പൈൻഡ് അനസ്തേഷ്യ ഒക്കെ കൊടുത്ത് കഴിയുമ്പോ എന്താണ്, ആ പേഷ്യൻസിന് ബ്രീത്തിങ്ങിന് സഹായിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, അവര് എയർവേ ഓപ്പൺ ചെയ്തിട്ട് ട്യൂബുകൾ ഇടും അല്ലെ. അപ്പൊ അങ്ങനെ നമ്മൾ ട്യൂബ് ഇട്ട് കഴിഞ്ഞിട്ട് അവർ ഓക്കെ ആയി കഴിഞ്ഞാൽ ഒരു അനസ്തേഷ്യയുടെ ആ ഒരു പീരീഡ് ഒക്കെ കഴിയുമ്പോൾ നമ്മൾ എക്സ്റ്റുബേഷൻ ചെയ്യാലോ, ട്യൂബ് എടുക്കും അല്ലെ, റിമൂവ് ചെയ്യാലോ. റിമൂവ് ചെയ്യോ? റിമൂവ് ചെയ്യുന്ന സമയത്ത് വീണ്ടും അവരുടെ നില വഷളാവാണ്, അവർക്ക് ബ്രീത്തിങ്ങിന് ഡിഫിക്കൽട്ടീസ് ഉണ്ടാവുമ്പോൾ നമ്മൾ വീണ്ടും ഇൻറ്റുബേഷൻ ചെയ്യണം അല്ലെ. വീണ്ടും ഇൻറ്റുബേഷൻ കൊടുക്കണ്ടേ. അപ്പൊ അതിനെയാണ് റീഇൻറ്റുബേഷൻ റേറ്റ്. അങ്ങനെ എത്ര കേസുകൾ സംഭവിച്ചിട്ടുണ്ട്? ക്ലിയർ ആയോ? ഒന്നുകൂടി പറയണം. ഇപ്പൊ അനസ്തേഷ്യ കൊടുക്കുമല്ലോ, 2 ടൈപ്പ് 3 ടൈപ്പ് അനസ്തേഷ്യ ഉണ്ട് അല്ലെ. റീജിയണല്, ജനറല്, ലോക്കൽ അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, റീജിയണലും ലോക്കലില്ല. ലോക്കലിൽ എന്ന് പറഞ്ഞാല് നമ്മൾ ഈ ഡെന്റിസ്റ്റുകളൊക്കെ ഉപയോഗിക്കില്ലേ പല്ലെടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമുക്ക് റൂട്ട് കനാലൊക്കെ ചെയ്യുന്ന സമയത്ത് ആ ഒരു സെക്ഷൻ മാത്രം അതിനുവേണ്ടി ആ ഒരു സ്മോൾ പാർട്ട്. അതല്ല എന്താണ്, നമ്മുടെ ജനറൽ അനസ്തേഷ്യ അല്ലെങ്കിൽ റീജിയണൽ അനസ്തേഷ്യ കഴിഞ്ഞ് കഴിയുമ്പോൾ അവരെന്ത് ചെയ്യും, ബ്രീത്തിങ്ങിന് വേണ്ടി ട്യൂബ് ഇടും അല്ലെ. അവരെ എയർവേ ഓപ്പൺ ചെയ്യാനായിട്ട് ശ്വസനത്തിന് സഹായിക്കാൻ സർജറി ഒക്കെ ചെയ്യുന്ന സമയത്ത്. അപ്പൊ അവർക്ക് അങ്ങനെ ട്യൂബ് ഇട്ട് അപ്പൊ പിന്നെ അവര് കുറച്ചു നേരം കഴിയുമ്പോൾ അവര് ഓക്കെ ആവും അല്ലെ. സർജറി ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അവർ ഓക്കെ ആവില്ലേ, അവർക്ക് നോർമൽ ആയിട്ട് അല്ലെ ശ്വസിക്കാനാവുന്ന സമയത്ത് എന്ത് ചെയ്യും, ഒരു എക്സ്റ്റുബേഷൻ ചെയ്യും, ട്യൂബ് എടുക്കോ, ട്യൂബ് റിമൂവ് ചെയ്യും. ആ സമയത്ത് അവരെ നില വീണ്ടും ബുദ്ധിമുട്ട് വരെയാണ്, അവർക്ക് ശ്വസിക്കാൻ ബുദ്ധിമുട്ട് വരുമ്പോൾ എന്ത് ചെയ്യും, വീണ്ടും ഇൻറ്റുബേഷൻ ചെയ്യണ്ടേ, ശ്വസിക്കാൻ വേണ്ടി വീണ്ടും ഇൻറ്റുബേഷൻ ചെയ്യണം അല്ലെ. അതിനെയാണ് റീഇൻറ്റുബേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? നെക്സ്റ്റ്, fourth one ഓപ്പറേഷൻ തിയേറ്റർ അനസ്തേഷ്യ. ഓപ്പറേഷൻ തിയേറ്ററിലും അനസ്തേഷ്യയിലും ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ്. നഴ്സിംഗ് എഡ്യൂക്കേറ്റർ ഓപ്പറേഷൻ തിയേറ്ററിലെ നഴ്സിംഗ് എഡ്യൂക്കേറ്റർ ആണ് ഇത് നോക്കുന്നത്. പെർസെന്റേജ് മോഡിഫിക്കേഷൻ ഓഫ് അനസ്തേഷ്യ പ്ലാൻ. അനസ്തേഷ്യ പ്ലാനില് മോഡിഫിക്കേഷൻ നടത്താം, പരിഷ്കാരങ്ങൾ വരുത്താം. ഇപ്പൊ ഹോസ്പിറ്റലില് ഇപ്പൊ സർജറി ചെയ്യുന്നതിന് മുമ്പ് ആ പേഷ്യന്റിന്റെ അടുത്ത് പറയോ, റീജിയണൽ അനസ്തേഷ്യ ചെയ്യണോ, ജനറൽ അനസ്തേഷ്യ വേണമെന്ന് പറയാറില്ലേ? ആ പ്രൊസീജിയറിനെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കുക അല്ലെ. പറയോ? പക്ഷെ എന്താണ്, ആ സർജറിയുടെ സമയത്ത് അവരോട് ഇപ്പൊ പറയാണ് നിങ്ങൾക്ക് റീജിയണൽ അനസ്തേഷ്യ മതി, ജനറൽ അനസ്തേഷ്യ ചെയ്യണ്ട. പക്ഷെ ആ സർജറിയുടെ സമയത്ത് അതിന് മോഡിഫിക്കേഷൻ വരുത്തില്ലേ, അതിനെയാണ് മോഡിഫിക്കേഷൻ ഓഫ് അനസ്തേഷ്യ പ്ലാൻ എന്ന് പറയുന്നത്. ചിലപ്പോ അവരുടെ ഹെൽത്ത് കണ്ടീഷൻ കൊണ്ടാവാം അല്ലെ, ഹെൽത്ത് കണ്ടീഷൻസോ അതല്ലെങ്കിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ട് കൊണ്ട് ആ അനസ്തേഷ്യയിലെ മോഡിഫിക്കേഷൻസ് വരുത്തുന്നുണ്ട്. അപ്പൊ
അതാണ്. അങ്ങനെ എത്ര മോഡിഫിക്കേഷൻസ് അനസ്തേഷ്യയിൽ എത്ര പരിഷ്കാരങ്ങൾ വരുത്തിയിട്ടുണ്ട്. ക്ലിയർ ആയോ അത്? നെക്സ്റ്റ്, percentage of unplanned ventilation following anesthesia. അനസ്തേഷ്യ കൊടുത്തിട്ട് അൺപ്ലാൻ ആയിട്ട് അല്ലെ, അവര് പ്രതീക്ഷിക്കാണ്ട് ചില പേഷ്യൻസിന് വെന്റിലേഷൻ കൊടുക്കേണ്ടി വരാറില്ലേ, ശ്വസിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട്, അതല്ലെങ്കിൽ അവരുടെ ഹെൽത്ത് കണ്ടീഷൻ മോശമാവുമ്പോ വെന്റിലേഷനിലേക്ക് അല്ലെ, വെന്റിലേറ്ററിൽ കിടത്തേണ്ടി വരും. അപ്പൊ എന്താണ്, അങ്ങനെ എത്ര ആളുകൾക്ക് സംഭവിച്ചിട്ടുണ്ട് അതിന്റെ പെർസെന്റേജ് നോക്കുന്നു. ക്ലിയർ ആയോ? അനസ്തേഷ്യ നൽകിയിട്ട് അതുമായി ബന്ധപ്പെട്ട് എന്താണ് പേഷ്യൻസിനെ വെന്റിലേറ്ററിൽ കിടത്തേണ്ടി വരുന്നത്. ക്ലിയർ ആയോ? ചിലപ്പോ അനസ്തേഷ്യയുടെ ആ ഡോസ് ഒക്കെ ഫസ്റ്റ് ഒന്നുകൂടി പറയണം. അനസ്തേഷ്യയുടെ ആ ഡോസ് ഒക്കെ കുറച്ച് കൂടിപ്പോയി കഴിഞ്ഞാൽ അല്ലെ, അവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ടോ, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അല്ലെ, ആ ഡോസ് കൂടി പോവാം അല്ലെ, കറക്റ്റ് രീതിയിലായില്ലെങ്കിലൊക്കെ. അപ്പൊ അങ്ങനെ വെന്റിലേഷൻ കിടത്തേണ്ടി വരാം, അല്ലെങ്കിൽ ചിലപ്പോൾ ആശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും, അതല്ലെങ്കിൽ അവരുടെ ഹെൽത്ത് കണ്ടീഷൻ ഉണ്ടാവാം അല്ലെ. വീക്കായ പേഷ്യൻസ് ആണെങ്കിൽ അനസ്തേഷ്യ കൊടുത്തു കഴിയുമ്പോൾ അൺകോൺഷ്യസ് ആയിരിക്കും. വീക്കായ പേഷ്യൻസ് ആണെങ്കിലും അനസ്തേഷ്യ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ഹെൽത്ത് കണ്ടീഷൻ കുറച്ചും കൂടി ലോയിലാവും അല്ലെ, താഴ്ന്നു പോകും. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിന് ചിലപ്പോ എന്താണ് പ്രതീക്ഷിക്കാതെ ഒരു വെന്റിലേഷനിൽ കിടത്തേണ്ടി വരുന്നുണ്ട്. ഫസ്റ്റ് വരുന്നത് പെർസെന്റേജ് മോഡിഫിക്കേഷൻ അനസ്തേഷ്യ പ്ലാൻ. ഇപ്പൊ സർജറി ഒക്കെ നടത്തുമ്പോൾ പേഷ്യന്റിനോട് പറയാറില്ലേ, ഇപ്പൊ ജനറൽ അനസ്തേഷ്യ മതി അല്ലെ, റീജിയണൽ അല്ല ജനറൽ അനസ്തേഷ്യ തന്നിട്ടാണ് സർജറി ചെയ്യുന്നത് എന്ന് പറയാറുണ്ട് അല്ലെ. പക്ഷെ എന്താണ്, സർജറിയുടെ സമയത്ത് പറയാണ് ജനറൽ അനസ്തേഷ്യ വേണ്ട, റീജിയണൽ മതി എന്ന് പറയോ, മോഡിഫിക്കേഷൻസ് വരുത്തുന്നത്. അപ്പൊ അതാണ് മോഡിഫിക്കേഷൻ ഓഫ് അനസ്തേഷ്യ പ്ലാൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ? നെക്സ്റ്റ്, പെർസെന്റേജ് ഓഫ് അൺഫേവറബിൾ അനസ്തേഷ്യ ഇവന്റ്സ്. അനസ്തേഷ്യയുമായി ബന്ധപ്പെട്ട് അൺഫേവറബിൾ ആയിട്ടുള്ള ഹോസ്പിറ്റലിന് പ്രതികൂലമായിട്ടുള്ള ഇവന്റ്സുകൾ സംഭവിക്കാം അല്ലെ. സമയങ്ങൾ ഉണ്ടാവാലോ, അൺകോൺഷ്യസ് ആയി പോവാം, ബ്രീത്തിങ് എടുക്കാൻ ബുദ്ധിമുട്ടായി പോവാം, ചിലർക്ക് മരണം സംഭവിക്കാം അല്ലെ. ആണോ? അപ്പൊ അങ്ങനെയുള്ള എന്തെങ്കിലും ഇവന്റ്സുകൾ അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എത്ര പെർസെന്റേജ്. ഇപ്പൊ അനസ്തേഷ്യ കൊടുക്കണെങ്കിൽ ബോഡി മാസ് ഇൻഡെക്സ് ഒക്കെ നോക്കിയിട്ടല്ലേ കൊടുക്കുന്നത്, ഒരു പേഷ്യന്റിന്റെ വെയിറ്റ് ഒക്കെ നോക്കിയിട്ടാണ് അല്ലെ അനസ്തേഷ്യ കൊടുക്കുന്നത്. അപ്പൊ അതിലെന്തെങ്കിലും ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ പേഷ്യന്റിനെ അത് എഫക്ട് ചെയ്യോ? അപ്പൊ പ്രഷർ അല്ലെ, പ്രഷർ ഷൂട്ട് ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള എന്തെങ്കിലും കേസുകൾ ചിലപ്പോ അവർക്ക് മരണം സംഭവിക്കാനോ പേഷ്യൻസിന് അനസ്തേഷ്യയുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ അവർ അൺകോൺഷ്യസ് ആയി പോവാ അല്ലെ, അൺകോൺഷ്യസ് ആയി പോവാം. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഇവന്റ്സ്, അൺഫേവറബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഇവന്റ്സുകൾ ഹോസ്പിറ്റലിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പെർസെന്റേജ് നോക്കുന്നു. നെക്സ്റ്റ്, അനസ്തേഷ്യ റിലേറ്റഡ് മോർട്ടാലിറ്റി റേറ്റ് അല്ലെ, അനസ്തേഷ്യയുമായി ബന്ധപ്പെട്ട് എത്ര മരണം സംഭവിച്ചിട്ടുണ്ട്. ക്ലിയർ ആയത്? അനസ്തേഷ്യ റിലേറ്റഡ് മോർട്ടാലിറ്റി റേറ്റ്. പെർസെന്റേജ് ഓഫ് അൺപ്ലാനഡ് റിട്ടേൺ ടു OT. എന്താണ്? ഓപ്പറേഷൻ തിയേറ്ററിൽ അൺപ്ലാൻ ആയിട്ട് അല്ലെ, ഇപ്പൊ ഒരു പേഷ്യന്റിന്റെ സർജറി കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് അവർക്ക് ആ ഭാഗത്ത് ഭയങ്കര വേദന, അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ആവാം, എന്തെങ്കിലും കൂടുതൽ എന്തെങ്കിലും പഴുപ്പ് വരാം, അപ്പൊ അവരെന്ത് ചെയ്യും, തിരിച്ചു വരും ഹോസ്പിറ്റലിലേക്ക്. അപ്പൊ എന്താണ്, ഹോസ്പിറ്റലില് അങ്ങനെയുള്ള അൺപ്ലാൻഡ് ആയിട്ടുള്ള പ്രതീക്ഷിക്കാതെയുള്ള എന്താണ് ഓപ്പറേഷൻ തിയേറ്ററിൽ തിരിച്ചു വരവാ എത്ര പെർസെന്റേജ്, എത്ര ആളുകൾക്ക് സംഭവിച്ചിട്ടുണ്ട്. ചിലപ്പോ അത് റീ ഓപ്പൺ ചെയ്യേണ്ടി വരും. ഇപ്പൊ നമുക്ക് കേൾക്കാറില്ലേ, സർജറി ഒക്കെ ചെയ്യുന്ന സമയത്ത് കോട്ടൺ വെച്ച് മറന്നു അല്ലെ, അല്ലെങ്കിൽ സിസർ വെച്ച് മറന്നു അല്ലെ. അപ്പൊ അതെന്ത് ചെയ്യും, അവര് റീ ഓപ്പൺ ചെയ്യേണ്ടിയൊക്കെ വരും അല്ലെ ചില സമയത്ത്. അപ്പൊ അങ്ങനെയുള്ള കേസുകൾ എത്ര എണ്ണം ഉണ്ടായിട്ടുണ്ട്. നെക്സ്റ്റ് നോക്കിയേ, പെർസെന്റേജ് ഓഫ് റീഷെഡ്യൂളിംഗ് ഓഫ് സർജറീസ്. എന്താണ് സർജറീസ് റീഷെഡ്യൂൾ ചെയ്യുക അല്ലെ, മാറ്റി വെക്കുക.
അങ്ങനെയുള്ള എത്ര പെർസെന്റേജ്, എത്ര സംഭവങ്ങൾ ഹോസ്പിറ്റലിൽ ഉണ്ടായിട്ടുണ്ട്. നെക്സ്റ്റ് പെർസെന്റേജ് ഓഫ് കേസസ് where the organization procedure to avoid hostile events like wrong site, wrong patients and wrong surgery has been adhered to. എന്താണ് ഹോസ്പിറ്റലിലെ വിരുദ്ധമായിട്ടുള്ള അല്ലെ, ഹോസ്പിറ്റലിന് പ്രതികൂലമായിട്ടുള്ള എന്താണ് ഓപ്പറേഷൻ തിയേറ്ററുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ. എന്താണ് റോങ് സൈറ്റിൽ അല്ലെ, തെറ്റായ സ്ഥലത്ത് സർജറി നടത്തുക, അല്ലെങ്കിൽ റോങ് പേഷ്യന്റ് മാറിപ്പോവുക അല്ലെ, അതല്ലെങ്കിൽ എന്താണ് റോങ് സർജറി, വേറെ സർജറി ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും എന്താണ് ഇവന്റ്സുകൾ ഹോസ്പിറ്റലിൽ നടന്നിട്ടുണ്ടോ, ഓപ്പറേഷൻ തിയേറ്ററിൽ നടന്നിട്ടുണ്ടോ, അതിന്റെ പെർസെന്റേജ് നോക്കുന്നുണ്ട്. നെക്സ്റ്റ് പെർസെന്റേജ് ഓഫ് കേസസ്. ക്ലിയർ അല്ലേ? അതൊക്കെ മിസ് പറഞ്ഞാണ് ഫസ്റ്റ്. ഇനി എക്സ്പ്ലനേഷൻ വേണോ? അതൊക്കെ വേണ്ടല്ലോ, നിങ്ങൾക്ക് തന്നെ ബോറടിക്കും അല്ലെ, ഒരുപാട് തവണ മിസ് റിപ്പീറ്റ് ചെയ്യുമ്പോ. മനസ്സിലാവാത്തതുണ്ടെങ്കിൽ മിസ്സിനോട് ചോദിച്ചോട്ടെ, അപ്പൊ മിസ് ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇതൊക്കെ ഫസ്റ്റ് നിങ്ങൾ പറഞ്ഞ് മറ്റേ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സിൽ പറഞ്ഞ കാരണമാണ് കേട്ടോ മിസ് വെറുതെ ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. നെക്സ്റ്റ് പെർസെന്റേജ് ഓഫ് കേസസ് who received a suitable prophylactic antibiotics within the specific time frame. എന്താണ് ആ സ്പെസിഫിക് ടൈം ഫ്രെയിമില് എത്ര പേർക്ക് എന്താണ് പ്രൊഫിലാക്റ്റിക് ആന്റിബയോട്ടിക്സുകൾ അല്ലെ, ഈ ആന്റിബയോട്ടിക്സുകൾ നൽകിയിട്ടുണ്ട്, റിസീവ് ചെയ്ത് എത്ര പേര് അത് സ്വീകരിച്ചിട്ടുണ്ട് കറക്റ്റ് ആ ടൈം ഫ്രെയിമിന്റെ ഉള്ളില്. നെക്സ്റ്റ് പെർസെന്റേജ് ഓഫ് കേസസ് ഇൻ വിച്ച് ദ പ്ലാനഡ് സർജറി ഈസ് ഓൾട്ടേർഡ് ഇൻട്രാ ഓപ്പറേറ്റീവ്ലി. എന്താണ് ഈ സർജറീസ് എന്തെങ്കിലും പ്ലാൻ ചെയ്ത സർജറീസ് ഏതെങ്കിലും ഇൻട്രാ ഓപ്പറേറ്റീവ് അല്ലെ, ഇവരെന്തെങ്കിലും മാറ്റേണ്ടി വന്നിട്ടുണ്ടോ, അങ്ങനെ അത് എത്ര പെർസെന്റേജ് വരുന്നുണ്ട്. നെക്സ്റ്റ് റീ എക്സ്പ്ലോറേഷൻ റേറ്റ്. റീ എക്സ്പ്ലോറേഷൻ റേറ്റ് എന്ന് പറഞ്ഞാൽ വീണ്ടും പരിശോധിക്കുക, സൂക്ഷ്മ പരിശോധന നടത്തുക. ഇപ്പൊ ഹോസ്പിറ്റലില് സർജറി കഴിഞ്ഞ് കഴിയുമ്പോ ചിലർക്ക് എന്താണ് വേദനയൊക്കെ വരും അല്ലേ, ബ്ലീഡിങ്, ചിലർക്ക് നല്ല ഇങ്ങനെ ബ്ലീഡിങ് വരും, ചിലർക്ക് എന്താ ഭയങ്കര പെയിൻ വരും അല്ലെ. അപ്പൊ അവരെന്ത് ചെയ്യും, സൂക്ഷ്മ പരിശോധന നടത്താറുണ്ടോ, ഒന്നും കൂടി അവിടെ സ്കാനിങ് നടത്തും അല്ലെ, ടെസ്റ്റുകളൊക്കെ നടത്താറുണ്ടോ? എടുത്തോ ഹോസ്പിറ്റലില് പെയിൻ ഒക്കെ വരുമ്പോ സ്കാനിങ് ഒക്കെ ചെയ്യും അല്ലെ, വീണ്ടും സ്കാനിങ്ങുകൾ നടത്തും അല്ലെ, ടെസ്റ്റുകൾ നടത്തും. അപ്പൊ അങ്ങനെയുള്ള റീ എക്സ്പ്ലോറേഷൻ റേറ്റ് എത്ര നമ്മുടെ സൂക്ഷ്മ പരിശോധന നടത്തുക ഓപ്പറേഷൻ തിയേറ്ററിലെ ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം പേഷ്യൻസിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നിട്ട് അല്ലെ, ഇപ്പൊ ബ്ലീഡിങ് ആവാം, പെയിൻ ആവാം അല്ലെ, അപ്പൊ അതുമായി ബന്ധപ്പെട്ട് അവർക്ക് വീണ്ടും സൂക്ഷ്മ പരിശോധന നടത്തേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ റേറ്റ് നോക്കുന്നുണ്ട്, എത്ര പെർസെന്റേജ് ഉണ്ട്. നെക്സ്റ്റ് OT യൂട്ടിലൈസേഷൻ റേറ്റ് അല്ലെ, ഓപ്പറേഷൻ തിയേറ്റർ എത്രമാത്രം എന്താണ് യൂട്ടിലൈസേഷൻ ഉപയോഗിച്ചിട്ടുണ്ട് അല്ലെ, എത്രമാത്രം നല്ല രീതിയിൽ അവർ ഉപയോഗിച്ചിട്ടുണ്ട്, അതിന്റെ റേറ്റ് നോക്കുന്നുണ്ട്. ക്ലിയർ ആയോ? പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, കുറെ റിപ്പീറ്റേഷൻ അല്ലെ. നെക്സ്റ്റ് ലാബ് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ്. അത് നോക്കുന്നത് ക്വാളിറ്റി റെപ്രസെന്റേറ്റീവ്സ് ആണ് ലാബിലെയും റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലെയും പ്രവർത്തനങ്ങളിലെ കീ ഇൻഡിക്കേറ്റേഴ്സ് ചെക്ക് ചെയ്യുന്നുണ്ട്. നമ്പർ ഓഫ് റിപ്പോർട്ടിംഗ് എറേഴ്സ് പെർ 1000 ഇൻവെസ്റ്റിഗേഷൻ അല്ലെ, 1000 ഇൻവെസ്റ്റിഗേഷൻ 1000 ലാബ് ടെസ്റ്റുകൾ നടത്തിയപ്പോൾ അതിൽ എത്ര എറേഴ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അല്ലെ, ശരിയായ രീതിയിലല്ലാണ്ട് റിസൾട്ടുകൾ കൊടുക്കുക അല്ലെ, അപ്പൊ അങ്ങനെ എത്ര തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. റേറ്റ് ഓഫ് റീഡ്യൂസ്, എത്ര റീഡ്യൂസ് രണ്ടാമത് വീണ്ടും ചെക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പൊ ചില ടെസ്റ്റുകൾ ചെയ്യണമെങ്കിൽ ഈ ബ്ലഡ് ഒക്കെ ആ കോട്ട് ചെയ്യുന്നതിന് മുമ്പ് ടെസ്റ്റ് ചെയ്യണം അല്ലെ, ചില ബ്ലഡ് ടെസ്റ്റുകള്. ഇപ്പൊ സർജറി ഒക്കെ ചെയ്യുന്ന പേഷ്യൻസിനാണെങ്കിൽ എത്ര സമയം കൊടുക്കും അവരെ ബ്ലഡ് കോട്ടാവാന്ന് അറിയാൻ. അങ്ങനെ ഒരു ടെസ്റ്റ് എടുത്താറില്ലേ, ബ്ലഡ് ടെസ്റ്റ് നടത്താറുണ്ടോ? അപ്പൊ നമ്മൾ ലാബിൽ കൊടുക്കുന്ന സമയത്ത് ലാബിൽ അവരെടുത്ത് കഴിഞ്ഞിട്ട് ആ ടൈം ഒന്ന് ഇത്തിരി തെറ്റിക്കഴിഞ്ഞാൽ അവര് നമ്മളെ കൊണ്ട് രണ്ടാമത് ചെയ്യിക്കോ ആ ടെസ്റ്റ്? ചെയ്യിക്കും അല്ലെ.
അങ്ങനെ പല കേസുകൾക്കും പല ടെസ്റ്റുകൾക്കും അങ്ങനെയുണ്ട്. അപ്പൊ അവരെ അങ്ങനെ എത്രത്തോളം റീഡോസ്, പിന്നെ നമുക്കറിയാം അല്ലെ, ഓരോ ടെസ്റ്റുകൾക്കും ഇത്ര ക്വാണ്ടിറ്റി ബ്ലഡ് വേണം, അത്രത്തില്ലെങ്കിൽ ഇത്ര ക്വാണ്ടിറ്റി യൂറിൻ വേണം എന്നൊക്കെ ഉണ്ടല്ലോ. ഉണ്ടോ? ഇത്ര അളവിൽ വേണമെന്നൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ ആ അളവിൽ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, ശരിക്കും അവർക്ക് റിസൾട്ട് കിട്ടൂലല്ലോ. കറക്റ്റ് റിസൾട്ട് കിട്ടും. അവരുള്ളത് വെച്ച് ചെയ്യാനും വിചാരിച്ചു കഴിഞ്ഞാൽ അവർക്ക് കറക്റ്റ് റിസൾട്ട് കിട്ടോ? ഇല്ല അല്ലെ. എന്ത് ചെയ്യേണ്ടി വരും? വീണ്ടും ചെയ്യേണ്ടി വരും അല്ലെ. വീണ്ടും പേഷ്യന്റിന്റെ ബ്ലഡ് എടുത്ത് വീണ്ടും ടെസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെ റേറ്റ് ഓഫ് റീഡ്യൂസ്, എത്ര വീണ്ടും ടെസ്റ്റുകൾ വീണ്ടും ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. നെക്സ്റ്റ്, പെർസെന്റേജ് ഓഫ് ലബോറട്ടറി റിപ്പോർട്ട്സ് കോറിലേറ്റഡ് വിത്ത് ക്ലിനിക്കൽ ഡയഗ്നോസിസ്. എന്തിനു വേണ്ടിയിട്ടാണ് ലബോറട്ടറിയിലെ ടെസ്റ്റുകൾ നടത്തുന്നത്? ക്ലിനിക്കൽ ഡയഗ്നോസിസ് ചെയ്യാനാണോ? രോഗനിർണയം നടത്താനാണ് അല്ലെ, ഡയഗ്നോസിസ് ചെയ്യാനാണ് അല്ലെ. അപ്പൊ എന്താണ് ലബോറട്ടറി ഡിസീസ് കണ്ടെത്താൻ. അപ്പൊ ലബോറട്ടറി റിപ്പോർട്ടുമായി പരസ്പര ബന്ധത്തില് എത്ര ക്ലിനിക്കൽ ഡയഗ്നോസിസുകൾ നടന്നിട്ടുണ്ട്, എത്രത്തോളം ബെറ്റർ ആയിട്ട് അല്ലെ, എത്രത്തോളം ക്ലാരിറ്റിയോടുകൂടി അല്ലെ, എത്ര ക്ലിനിക്കൽ ഡയഗ്നോസിസ് നടന്നിട്ടുണ്ട്. Next, percentage of adherence to safety precautions by employees working in diagnosis. എന്താണ് നമ്മുടെ ലബോറട്ടറിയിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ എന്ത് ധരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായി ലബോറട്ടറി പഠിച്ചപ്പോ? സേഫ്റ്റി പ്രിക്കോഷൻസ് അല്ലെ, കെമിക്കൽ റെസിസ്റ്റൻസ് ഗൗൺസുകൾ അല്ലെ, ഗൗൺസുകള്, PPE കിറ്റുകൾ ഒക്കെ പറഞ്ഞിട്ടുണ്ടായോ? അപ്പൊ അങ്ങനെയുള്ള സേഫ്റ്റി പ്രിക്കോഷൻസ് എത്ര പേര് പ്രാവർത്തികമാക്കുന്നുണ്ട്? ക്ലിയർ ആയത്? ഓക്കെ അല്ലേ? നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. നെക്സ്റ്റ് 6 പറയുന്നത് ഫാർമസി. ഫാർമസിയിലെ പ്രവർത്തനങ്ങളേക്ക് ഈ ഇൻഡിക്കേറ്റേഴ്സ് വിലയിരുത്തുന്നത് ക്ലിനിക്കൽ ഫാർമസിസ്റ്റ് ആണ്. ഓക്കെ, പ്രിസ്ക്രിപ്ഷൻ എറർ അല്ലേ, പ്രിസ്ക്രിപ്ഷൻ എററിൽ എത്ര തെറ്റുകൾ വന്നിട്ടുണ്ട്, അബ്രിവിയേഷൻ യൂസ് ചെയ്തത് അതല്ലെങ്കിൽ ക്യാപിറ്റൽ ലെറ്റേഴ്സ് യൂസ് ചെയ്തിട്ടൊക്കെ എത്ര തെറ്റുകൾ വന്നിട്ടുണ്ട്. നെക്സ്റ്റ് എന്താണ് ഡിസ്പെൻസിങ് എറർ അല്ലെ, വിതരണം ചെയ്തതിൽ എത്ര തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് അല്ലെ. നമുക്കറിയാം ഒരു മെഡിസിൻ വാങ്ങിക്കുമ്പോ തന്നെ അല്ലെ പല ഡോസിൽ വരുന്നുണ്ടോ. ഇപ്പൊ പാരസെറ്റാമോൾ ആണെങ്കിൽ നമുക്കറിയാം 500 ഉണ്ട്, 650 ഉണ്ട് അല്ലെ, ഉണ്ടോ? അതേപോലെ മറ്റു മരുന്നുകൾ എന്തുണ്ട്, 20 mg 40 mg എന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ടോ. ഒരു ഡോസിൽ വ്യത്യാസം അല്ലേ വരുന്നുണ്ടോ? അപ്പൊ എന്താ അങ്ങനെ എന്തെങ്കിലും തെറ്റുകൾ അല്ലെ. അപ്പൊ മിസ് ഒരു എക്സാമ്പിൾ പോലെ വന്നാണ്. അപ്പൊ ചിലര് പെട്ടെന്ന് എടുക്കുകയും ആ ഡോസിൽ വ്യത്യാസങ്ങൾ വരും. സെയിം പേരാണ് അല്ലെ, സാധനം സെയിം തന്നെയായിരിക്കും, പക്ഷെ എന്താണ് പെന്റാസിഡ് ഒക്കെ കേട്ടിട്ടില്ലേ, പെന്റാസിഡ് ഒക്കെ അതിന്റെയൊക്കെ ഡോസുകളിൽ വ്യത്യാസം വരുന്നുണ്ട് അല്ലെ, ആണോ? ഇതേപോലെ ഒരുപാട് മെഡിസിനുകളുണ്ട്. അപ്പൊ അവര് ആ ചിലപ്പോ ആ പേര് മാത്രം ശ്രദ്ധിക്കുള്ളൂ അല്ലെ, ഡിസ്പെൻസ് ചെയ്യുന്ന അതെടുക്കുന്ന ഫാർമസിസ്റ്റ് ആണോ. ചില എന്താണ് തിരക്കൊക്കെ ആണെങ്കിൽ അവർ എന്ത് ചെയ്യും, ആ പേര് മാത്രം ശ്രദ്ധിച്ചിട്ട് അവർ ആ മെഡിസിൻ എടുത്തു വെക്കും, ആ ഡോസ് ശ്രദ്ധിക്കുന്നില്ല. അപ്പൊ എറർ സംഭവിക്കാലോ, ഡിസ്പെൻസ് വിതരണം ചെയ്യുമ്പോൾ എറർ സംഭവിക്കാലോ, ക്രോസ് ചെക്ക് ഒക്കെ ചെയ്ത് നോക്കിയില്ലെങ്കിൽ. അപ്പൊ അങ്ങനെ വിതരണം ചെയ്യുന്ന സമയത്ത് ഡിസ്പെൻസിങ് നടക്കുന്ന സമയത്ത് എത്ര എറേഴ്സ് സംഭവിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് പെർസെന്റേജ് ഓഫ് ഇൻസിഡന്റ് ഓഫ് ഹോസ്റ്റൈൽ ഡ്രഗ് റിയാക്ഷൻ. എന്താണ് ഹോസ്റ്റൈൽ ഡ്രഗ് റിയാക്ഷൻ അല്ലെ, അഡ്വേഴ്സ് റിയാക്ഷൻ ഇല്ലേ. ഒരു മരുന്ന് കഴിച്ചു കഴിഞ്ഞിട്ട് പേഷ്യൻസിന് എന്താണ് വിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്താം അല്ലെ, ഛർദി, ഒമിറ്റിങ്, അല്ലെങ്കിൽ എന്താണ് പേഷ്യൻസ് കുഴഞ്ഞു പോവുക, അല്ലെങ്കിൽ അവർക്ക് ഷിവറിങ് വരാം അല്ലെ, വിറയല് വരാം, അല്ലെങ്കിൽ അവർക്ക് തടിച്ചു പോന്താ അല്ലെ, പല ബുദ്ധിമുട്ടുകൾ വരാലോ.
ആണോ? സൈഡ് എഫക്ട് അല്ല, എന്താണ് റിയാക്ഷൻ സംഭവിക്കുക. ഇപ്പൊ മിക്ക മരുന്ന് ആണോ? ക്ലിയർ ആയത്? അപ്പൊ അങ്ങനെയുള്ള അഡ്വേഴ്സ് റിയാക്ഷൻ അല്ലെ, ഒരു മരുന്ന് കഴിഞ്ഞിട്ട് പേഷ്യൻസിന് എന്താണ് പെട്ടെന്ന് വോമിറ്റിംഗ് വരാം, അല്ലെങ്കിൽ തലറങ്ങി വീഴുക, അല്ലെങ്കിൽ ഷിവർ ചെയ്യുക, അല്ലെങ്കിൽ കുഴഞ്ഞു പോവുക അല്ലെ, അല്ലെങ്കിൽ തടിച്ച് പൊന്തോലോ അലർജി പോലെ പൊന്താറൊക്കെയില്ലേ. അപ്പൊ അങ്ങനെയുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ടോ? അതിൽ പറയുന്നുണ്ട് ADR എന്ന് പറഞ്ഞാല് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ. അതെന്താണ്? per 100 discharge that include ലാമ, ഡാമ, abscond and death. അതിലെല്ലാം ഉൾപ്പെടുന്നുണ്ട് കേട്ടോ. 100 ഡിസ്ചാർജിൽ എന്തുകൂടി പറയുന്നുണ്ട്? ലാമ, ലിവിങ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് വരാം. ഡാമ, ഡിസ്ചാർജ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് വരാം. പിന്നെ എന്താണ്? അബ്സ്കൻഡ് എന്ന് പറഞ്ഞാൽ പേഷ്യൻസ് പറയാണ്ട് ഒളിച്ചോടി പോകില്ലേ, ഹോസ്പിറ്റലിൽ നിന്ന് ചാടി പോകില്ലേ? ചില പേഷ്യൻസ്. അപ്പൊ അബ്സ്കൻഡ് പെടുന്നുണ്ട്, ഡെത്ത് പെടുന്നുണ്ട് അല്ലെ, മരണം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അങ്ങനെയുള്ള 100 ഡിസ്ചാർജില് എത്ര അഡ്വേഴ്സ് റിയാക്ഷൻ, ഡ്രഗ് റിയാക്ഷൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? ക്ലിയർ ആയോ? 100 ഡിസ്ചാർജില് എത്ര അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്? അപ്പൊ അതിൽ ഏതൊക്കെ പെടുന്നുണ്ട്? ലാമ പെടുന്നുണ്ട് അല്ലെ, ലിവിങ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് പെടുന്നുണ്ട്, ഡിസ്ചാർജ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് പെടുന്നുണ്ട്, പേഷ്യൻസ് പറയാതെ ഹോസ്പിറ്റലിൽ നിന്ന് പോയാൽ അത് പെടുന്നുണ്ട്. പിന്നെ എന്താണ്? മരണം സംഭവിച്ച പേഷ്യൻസ് ഉണ്ടെങ്കിൽ അതും ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. നെക്സ്റ്റ് മെഡിക്കേഷൻസ്, പെർസെന്റേജ് ഓഫ് മെഡിക്കേഷൻ ചാർട്ട് വിത്ത് എറർ പ്രോൺ അബ്രിവിയേഷൻസ് അല്ലെ. ഇതാണ് മെഡിക്കേഷൻ ചാർട്ടില് മരുന്നുകൾ എഴുതുമ്പോൾ എന്താണ്? തെറ്റായ രീതിയിൽ അബ്രിവിയേഷൻസ് നടത്താം അല്ലെ. കഴിഞ്ഞ ദിവസം പറഞ്ഞ എന്താണ്? പാരസെറ്റമോൾ അല്ലെ, PCM എന്നുള്ളത് PCV എഴുതാം. അങ്ങനെ പല മരുന്നുകൾക്ക് നമ്മൾ അബ്രിവിയേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ലെക്ചറൊക്കെ മാറിപ്പോയി എഴുതാം. അങ്ങനെ എത്ര എറർ പ്രോൺ അബ്രിവിയേഷൻസ് സംഭവിക്കുന്നുണ്ട്? നെക്സ്റ്റ് എന്താണ്? പെർസെന്റേജ് ഓഫ് പേഷ്യൻസ് റിസീവിംഗ് ഹൈ റിസ്ക് മെഡിക്കേഷൻ ഡെവലപ്പിംഗ് അഡ്വേഴ്സ് ഡ്രഗ് ഇവന്റ്. എന്താണ്? ഹൈ റിസ്ക് അല്ലെ, ഉയർന്ന എന്താണ് റിസ്ക് ഉള്ള അപകടമുള്ള മരുന്നുകൾ ഉപയോഗിച്ചിട്ട് അതിൽ എത്ര പേർക്ക് അഡ്വേഴ്സ് റിയാക്ഷൻ ഡ്രഗ്സുകൾ യൂസ് ചെയ്യുന്നുണ്ട്? ഇപ്പൊ നിങ്ങൾക്കറിയാം റേഡിയേഷൻ കീമോ ഒക്കെ ചെയ്യുന്ന പേഷ്യൻസിലെ, റേഡിയേഷൻ കീമോ ഒക്കെ ചെയ്യുന്ന പേഷ്യൻസ് കേട്ടിട്ടുണ്ടോ? ക്യാൻസറിന്. അപ്പൊ അവർക്ക് എന്ത് ചെയ്യും? ആ പേഷ്യൻസിന്റെ ഹെൽത്ത് കണ്ടീഷൻ വീക്ക് ആയിട്ടുള്ള പേഷ്യൻസ് ഉണ്ടാവുമല്ലോ, ഒരുപാട് ഏജ്ഡ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ പല അസുഖമുള്ള പേഷ്യൻസ് ഉണ്ടാവുമല്ലോ, പെട്ടെന്ന് ബോഡി വീക്ക് ആവുന്ന പേഷ്യൻസ്. അപ്പൊ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ കീമോ റേഡിയേഷൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവർക്ക് എന്താ കൊടുക്കുന്നത്? മരുന്നായിട്ടും കൊടുക്കുന്നത്, ഇഞ്ചക്ഷനോ അല്ലെങ്കിൽ മരുന്നായിട്ടായിരിക്കും കൊടുക്കുന്നത്. അപ്പൊ അവർക്ക് എന്ത് ചെയ്യും? ചില പേഷ്യൻസിന് റിയാക്ഷൻ ഉണ്ടാക്കും. ഹൈ ഡോസിലൊക്കെയാ കൊടുക്കുന്നത്. അവർക്ക് എന്താ? റിയാക്ഷൻ ഉണ്ടാവും അല്ലെ. ചിലപ്പോ അവർക്ക് എന്താണ്? ഷിവറിങ് വരും. അപ്പൊ അങ്ങനെ എത്ര പേഷ്യൻസിന്റെ ഇൻസിഡന്റുകൾ, സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? ക്ലിയർ ആയോ? അത് എക്സാമ്പിൾ പോലെയാണ് മിസ് ഇതൊക്കെ പറഞ്ഞത്, ക്യാൻസർ പറഞ്ഞത്. അങ്ങനെ പല അസുഖങ്ങൾക്കും അങ്ങനെ കൊടുക്കാം, ഹൈ റിസ്ക് ഉള്ള മെഡിക്കേഷൻസ് കൊടുക്കാം. അപ്പൊ അതെന്താണ്? ചില പേഷ്യൻസ് അതില് റിയാക്ഷൻ കാണിക്കുന്നുണ്ട് അല്ലെ, ഛർദി കാണിക്കാം, ഷിവറിങ് കാണിക്കാം, ചിലപ്പോ അവർക്ക് പനി വരും, പെട്ടെന്ന് തന്നെ അവർക്ക് ടെമ്പറേച്ചർ കൂടായി പനിയൊക്കെ വരാനുള്ള, ഫിക്സ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ എത്ര കേസുകൾ അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? നെക്സ്റ്റ് പെർസെന്റേജ് ഓഫ് ഡ്രഗ്സ് കൺസ്യൂമബിൾ ഒബ്റ്റൈൻഡ് ബൈ ലോക്കൽ പർച്ചേസ്. എന്താണ്? എത്ര പെർസെന്റേജ് ഡ്രഗ്സുകൾ എന്താണ്, അല്ലെങ്കിൽ അവര് ഉപഭോക്താക്കളിൽ നിന്ന്, കൺസ്യൂമബിൾസിൽ നിന്ന് ലോക്കൽ പർച്ചേസ്, പ്രാദേശിക പർച്ചേസ് നടത്തിയിട്ടുണ്ട്. നെക്സ്റ്റ് പെർസെന്റേജ് ഓഫ് സ്റ്റോക്ക് ഔട്ട്സ് ഇൻക്ലൂഡിംഗ് എമർജൻസി മെഡിസിനുകളോ അതല്ലെങ്കിൽ ഫാർമസിയിലെ മറ്റേതെങ്കിലും മെഡിസിനുകളുടെ സ്റ്റോക്ക് തീർന്നു പോകാം അല്ലെ. അങ്ങനെ എത്ര കേസുകൾ അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? ക്ലിയർ ആയോ? ഇപ്പൊ നേരത്തെ നമ്മൾ പഠിച്ചതിൽ എന്താണ്? എമർജൻസി ഡ്രഗ്സിന്റെ സ്റ്റോക്ക് തീർന്നു പോവാന്നാണ് അല്ലെ. ഇത് പറയുന്നത് എന്താണ്? പെർസെന്റേജ് ഓഫ് സ്റ്റോക്സ് ഔട്ട് ഇൻക്ലൂഡിംഗ് എമർജൻസി ഡ്രഗ്സ്. എമർജൻസി ഡ്രഗ്സുകളും
ഫാർമസിയിലെ മറ്റ് ഡ്രഗ്സുകളുടെയും സ്റ്റോക്ക് തീർന്നു പോകുക അല്ലെ. അങ്ങനെ എത്ര ഇൻസിഡന്റുകൾ, എത്ര സംഭവങ്ങൾ ഹോസ്പിറ്റലിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഒക്കെ percentage of drugs and consumable refuse before preparation of GRN. GR എന്ന് പറഞ്ഞാല് ഗുഡ് റെസിപ്റ്റ് നോട്ട്. ഗുഡ് റെസിപ്റ്റ് നോട്ട് എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ സപ്ലയേഴ്സിൽ നിന്ന് കസ്റ്റമേഴ്സ് സ്വീകരിക്കുന്ന ഓർഡേഴ്സ് ഉണ്ടാവില്ല, പർച്ചേസ് ചെയ്യുന്ന ഓർഡേഴ്സ്. ഇപ്പൊ എന്താണ് ഫാർമസിയില് ഓരോ പെൻഡാസിഡ് ഇത്ര എണ്ണം ഓർഡർ കൊടുത്തിട്ടുണ്ട്, അതല്ലെങ്കിൽ എന്താണ് പാരസെറ്റാമോൾ ഇത്ര എണ്ണം വാങ്ങിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ അവര് ഇത് ഡോക്യുമെന്റ് ചെയ്ത് വെക്കാറുണ്ടോ? സപ്ലയേഴ്സിന്റെ അടുത്ത് നിന്ന് കസ്റ്റമേഴ്സ് എത്ര സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടെന്ന് ഡോക്യുമെന്റ് ചെയ്ത് വെക്കാറില്ലേ? അതിനെയാണ് അവർക്ക് ലഭിച്ചിട്ടുണ്ട് അവര് ഡോക്യുമെന്റ് ചെയ്ത് വെക്കുന്നത്. അതിനെയാണ് ഗുഡ് റെസിപ്റ്റ് നോട്ട് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇൻവെന്ററി, സ്റ്റോക്ക് ബുക്ക്, സ്റ്റോക്ക് ലെഡ്ജർ അല്ലേ. അപ്പൊ അങ്ങനെ എത്ര എന്താണ് ഗുഡ്സുകൾ റെഫ്യൂസ് ചെയ്യാതെ ഇവര് നിരസിച്ചിട്ടുണ്ട്. ഇവർക്ക് വാങ്ങിച്ചാല് ക്വാളിറ്റി ഇല്ലാണ്ടോ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഇല്ലാണ്ട് നിരസിക്കാലോ. സപ്ലയേഴ്സ് കൊടുത്ത സാധനങ്ങളിൽ ക്വാളിറ്റി ഇല്ല, സ്റ്റാൻഡേർഡ് ഇല്ലെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും എന്താണ് നമുക്ക് ചീപ്പ് ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണൊക്കെ തന്നെങ്കിൽ ഹോസ്പിറ്റലുകാർ തിരിച്ചു കൊടുക്കോ? സപ്ലയേഴ്സിന് കൊടുക്കോ? വേണ്ടാന്ന് പറഞ്ഞ് തിരിച്ചു കൊടുക്കും അല്ലെ. അങ്ങനെ എത്ര എണ്ണം സംഭവിച്ചിട്ടുണ്ട് അതിന്റെ പെർസെന്റേജ് നോക്കുന്നുണ്ട്. നെക്സ്റ്റ് പെർസെന്റേജ് ഓഫ് വേരിയേഷൻസ് ഫ്രം ദി പ്രൊക്വയർമെന്റ് പ്രോസസ്. എന്താണ്? സംഭരണ പ്രക്രിയയിൽ അല്ലെ, പ്രൊക്വയർമെന്റ് പ്രോസസ്സിൽ എത്ര വേരിയേഷൻസ് സംഭവിക്കുന്നുണ്ട്. ഇപ്പൊ ഹോസ്പിറ്റലിൽ റിസീവ് ചെയ്ത സപ്ലയേഴ്സിൽ നിന്ന് പർച്ചേസ് ചെയ്ത എല്ലാ ക്വാളിറ്റി സാധനം, എല്ലാ ക്വാളിറ്റി അല്ല എല്ലാ ക്വാണ്ടിറ്റി അവര് വിതരണത്തിന് വെക്കുമോ? ഇപ്പൊ 100 മെഡിസിൻ അല്ലെങ്കിൽ 500 മെഡിസിൻ മേടിച്ചു കഴിഞ്ഞാല് എല്ലാവരും കൊടുക്കാൻ ഡിസ്ട്രിബ്യൂഷന് വേണ്ടി വെക്കോ? ഇല്ല അല്ലെ. കുറച്ച് അവര് എന്ത് ചെയ്യും? സ്റ്റോർ ചെയ്ത് വെക്കും അല്ലെ. സ്റ്റോർ ചെയ്ത് വെക്കില്ലേ? അപ്പൊ ചില സമയത്ത് എന്താണ് അതിൽ വേരിയേഷൻ സംഭവിക്കാലോ. ആ സ്റ്റോർ ചെയ്ത് വെക്കുന്നതില് വേരിയേഷൻസ് സ്റ്റോർ ചെയ്ത് വെക്കുന്നതില് വേരിയേഷൻസ് സംഭവിക്കാലോ. ചിലപ്പോ എന്താണ് അവര് എഴുതി വെച്ചത് അല്ലെ, അവര് എണ്ണി വെച്ചത് വ്യത്യാസപ്പെടാം. അതല്ലെങ്കിൽ പല രീതിയിൽ കളവ് നടന്നിട്ട് അല്ലെ, ടെസ്റ്റ് നടന്നിട്ട്, മോഷണം നടന്നിട്ട് വ്യത്യാസം വരാറുണ്ടോ? അതല്ലെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെന്റിന് അല്ലെ കൂടുതലായ രീതിയിൽ അവര് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. അവര് പറഞ്ഞ അളവിൽ കൂടുതൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് അത് റെക്കോർഡ് ചെയ്ത് വെച്ചില്ലെങ്കിൽ അല്ലെ പല രീതിയിൽ സംഭവിക്കാം. അപ്പൊ അങ്ങനെയുള്ള വേരിയേഷൻസ് എത്ര എണ്ണം സംഭവിച്ചിട്ടുണ്ട്? ക്ലിയർ ആയോ? ക്ലിയർ ആയോ? എല്ലാവർക്കും ഓക്കെ ആണോ? എടുത്ത ഭാഗം എല്ലാവർക്കും ഓക്കെ ആണോ? ഒന്ന് എടുത്തത് ഓക്കെ. മിസ് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി എടുക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു.